ഒരു 4-5 ദിവസം കൊണ്ട് അടിച്ചു തീർത്തിട്ട് ദേ നമുക്കങ്ങ് പോകാം എന്ന് കരുതിയാണ് ഇസ്രായേൽ ഇറാനിലേക്ക് കയറി ഒരു അടി അടിച്ചത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവിടെ ബങ്കറോ മറ്റു കാര്യങ്ങളോ ഒന്നും അവർ ഉണ്ടാക്കിയിട്ടില്ല. അതിനൊരു ആവശ്യം അവർക്കില്ല. കാരണം അവർ ചോരയ്ക്ക് ചോര, കണ്ണിന് കണ്ണ്, പല്ലില് പല്ല്, ഇതൊക്കെയാണ് അവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. അവരായിട്ട് അങ്ങോട്ട് ആരും അടിക്കാൻ പോകില്ല. ഇങ്ങോട്ട് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങോട്ട് കിട്ടുന്നത്, അതിന്റെ ഇരട്ടി അങ്ങോട്ട് കൊടുക്കുക. അതാണ് ഇറാന്റെ സ്വഭാവം. അത് പക്ഷെ അമേരിക്കക്ക് അറിയാമായിരുന്നോ, ഇസ്രായേലിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും യുദ്ധം തുടങ്ങി ഇത്രയും ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ അത് അമേരിക്കയ്ക്ക് ഇത് മനസ്സിലായി. ഇസ്രായേലിന് അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇസ്രായേലിന്റെ ഉള്ളിൽ അത് വളരെ വ്യക്തമായി മനസ്സിലായി. പക്ഷെ അവർക്ക് യുദ്ധം നിർത്താൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അമേരിക്ക പക്ഷെ തടി കൈച്ചലാക്കി അവർ അവിടെ നിന്ന് മണ്ടി പോയി എന്ന് പറയാം. അതായത് അവരുടെ 2 കപ്പലുകൾ അവിടെ നങ്കൂരമിട്ടിരുന്നു. ഇറാനെ ഇപ്പൊ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിമാനവാഹിനി കപ്പലുകൾ, പിന്നെ അതിന്റെ അനുബന്ധ കപ്പലുകളൊക്കെ കൊണ്ടുവന്നിട്ടിരുന്നു. എല്ലാം ഇവിടെ അതൊക്കെ പോയി. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം തൊടാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായപ്പോൾ പോയി. ഇപ്പൊ എന്താ ട്രംപ് പറയണത്? ഞങ്ങളിത് അവിടെ ആൾക്കാരെ അടിക്കാൻ നോക്കി, അടിച്ചു, ഇറാനെ തകർത്തു, ആയത്തുള്ള ഖമനയെ കൊന്നു, പിന്നെ അവരുടെ ഭരണകൂടം മൊത്തം തകർത്തു, അവരുടെ 10,000-3,000-ലധികം വരുന്ന സൈനിക കേന്ദ്രങ്ങളുണ്ട്, എല്ലാം നമ്മൾ ഇടിച്ച് നിരത്തി, അവരുടെ പട്ടാളക്കാരെ മുഴുവൻ ഞങ്ങൾ കൊന്നു, അതുകൊണ്ട് ഞങ്ങളിത് യുദ്ധം വിജയിച്ചു എന്ന്. എവിടെ വിജയിച്ചു എന്ന് പറയണത്? ഇറാൻ എന്താ പറഞ്ഞത്? തങ്ങളുടെ അവസാനത്തെ പൗരനും മരണപ്പെടുന്നത് വരെ ഞങ്ങൾ പോരാടിക്കൊണ്ട് നിൽക്കും എന്ന് പറയണേ. അതായത് ഞങ്ങൾ വിജയിക്കുന്നല്ല, അമേരിക്കയുമായി നേർക്കുനേർ യുദ്ധം തുടങ്ങുകയാണെന്നുള്ള ഒരു പക്ഷേ ഇറാൻ വിജയിച്ചുള്ളൊന്നുമില്ല. പക്ഷേ പോരാടാനുള്ള ഒരു മനസ്സ് ഇറാനിലുണ്ട്, ആ ധൈര്യമുണ്ട്. അത് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലിലേക്ക് ആദ്യം കൊടുത്തയച്ചിട്ടുള്ള മിസൈലുകൾ നോക്കിയാൽ മതി. ഏതുതരം മിസൈലുകളാണ് കൊടുത്തിരുന്നത്? ചെറിയ ചെറിയ മിസൈലുകൾ, അതുപോലെ ഡ്രോണുകൾ, ഇതൊക്കെയാണ് കൊടുത്തിരുന്നത്. അവരുടെ അയൺ ഡോമുകളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഡ്രോണുകൾ ചെന്നപ്പോൾ തന്നെ തീരുമാനമായതായി കഴിഞ്ഞ സീസണിൽ ഗസയും ഇസ്രായേലും അടിച്ച സമയത്ത് ഇസ്രായേൽ നേരെ ഇറാനിലേക്ക് മിസൈലിട്ട ആ സമയത്ത് തന്നെ ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ സംവിധാനങ്ങളെല്ലാം എത്രത്തോളം ഉണ്ടെന്ന് നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇറാന്റെ പുതിയ ഭരണാധികാരി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് അമേരിക്ക എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്, ഇസ്രായേൽ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്, അതിന്റെ റിസൾട്ട് എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങി വെച്ചു, ഇനി എങ്ങനെ തീർക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ഇറാൻ പറഞ്ഞിരുന്നതാണ്. ഞങ്ങളായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര കാര്യത്തിലൊന്നും തലയിടുന്നില്ല, ഒന്നിലും തലയിടാൻ വരുന്നില്ല. പക്ഷേ ഞങ്ങളെ മേൽ നിങ്ങൾ കൈവച്ചാൽ, ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ ഞങ്ങൾ പിന്നെ നിങ്ങളെ ബാക്കി വെച്ചേക്കില്ല. ഇറാന്റെ സർവ്വശക്തിയും എടുത്ത് നിങ്ങൾ പോരാടും. നിങ്ങളെ തീർക്കുന്നത് വരെ ഞങ്ങൾ തീരുമാനിക്കും പിന്നെ എപ്പോ യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ പറ്റില്ലെന്ന് അന്ന് പറഞ്ഞതാ. അത് തന്നെയല്ലേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്താ ഇസ്രായേലിന്റെ അവസ്ഥ? ഇസ്രായേലില് കഴിഞ്ഞ 7-ാം തീയതി വരെയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ വാർത്തകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇസ്രായേലിൽ നിന്ന് തന്നെ വരുന്ന വാർത്തകളാണ്, ഇസ്രായേലും പത്രങ്ങളുടെ കട്ടിങ്ങുകളാണ് നിങ്ങൾ കാണുന്നത്, അല്ലാതെ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതല്ല. ഇസ്രായേലിന്റെ സ്ഥിതി വളരെ ഗുരുതരമാണെന്നും അവിടുത്തെ സ്കൂളുകളും കോളേജുകളും തൊഴിൽ സ്ഥാപനങ്ങളും എല്ലാം അടഞ്ഞു കിടക്കുകയാണെന്നും ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണെന്നുമാണ് വാർത്ത വരുന്നത്. എന്നാൽ എന്റെ കഴിഞ്ഞ വീഡിയോകൾ കണ്ടിട്ട് അതിന്റെ താഴെ ചില കമന്റുകൾ വന്നത്, ഇസ്രായേലിൽ ഞങ്ങൾ 10,000-50,000 പേരുണ്ട്, ഇവിടെയൊന്നും ഒരു കോഴിപ്പൂട പോലും ഇളകിയിട്ടില്ല, യാതൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ എന്ത് നുണയാണ് തള്ളിവിടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എനിക്ക് കിട്ടുന്ന വാർത്ത ഇസ്രായേലിൽ നിന്നുള്ള വാർത്തയാണ്. ഇസ്രായേൽ പത്രങ്ങളുള്ള വാർത്തകളും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ടെലിഫോൺ കോളുകളും. ഈ ടെലിഫോൺ കോളുകളിൽ ഈ പത്രവാർത്ത ശരിയാണെന്ന് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ ഇസ്രായേലിലെ ഒരു പത്രം ഇസ്രായേലിലെ ജനതയെ മോശമാക്കാൻ വേണ്ടി വാർത്തകൾ ഇങ്ങനെ അടിച്ചു പുറത്തുവിടുന്നില്ലല്ലോ. അവർ കുടുങ്ങി. ഇസ്രായേൽ ജനത ആകെ ദുരന്തത്തിലാണ്. അതായത് നെതന്യാഹു എന്ന ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾ തന്നെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ചിലർക്കത് മനസ്സിലാക്കാത്തത് അന്ധമായ മുസ്ലിം വിരോധം നിമിത്തം. ഇറാൻ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയതുകൊണ്ട് അവർക്കെതിരെയുള്ള ഒരു തിരിച്ചിലായിട്ട് ഇസ്രായേലിനെ മുന്നിൽ നിർത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളെ തെറി വിളിക്കാനുള്ള ഒരു അവസരമായി ഇവിടെയുള്ള കമന്റ് വിളികൾ കാണുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഒരു മറുവശം അവർ കാണുന്നില്ല. ഇന്ത്യയിൽ ക്രൂഡ് ഓയിലിന് വില കൂടി, ഇവിടെ ഗ്യാസിന് വില കൂടി, അതൊന്നും അറിയുന്നില്ല. വാതകങ്ങൾക്ക് വില കൂടി. ഇനി അടുത്ത കുറ്റി വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് പൈസ എണ്ണി കൊടുക്കേണ്ടത്. അതായത് ഇറാൻ തകർന്നു പോയാൽ അതിന്റെ ഫലം അനുഭവിക്കുന്നത് ആരാ? ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാ. കാരണം ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ മുഴുവൻ നിലനിൽപ്പ് എന്ന് പറയുന്നത്. സാമ്പത്തിക സ്രോതസ് പോലും അങ്ങനെയാണ്. അമേരിക്കയുടെ ഉദ്ദേശം എന്താ? അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യ തകർക്കുക എന്നുള്ളതാണ്. ഇന്ത്യ തകർക്കാൻ ഏറ്റവും എളുപ്പം ഇന്ത്യ വന്ന് അടിക്കലാണോ? അല്ല, ഇന്ത്യ തകർന്നോളും, ഇറാനെ അടിച്ചാൽ മതി. അതിന് ഇസ്രായേൽ പറഞ്ഞു, അളിയ നമുക്കൊന്ന് ഇറാനെ നോക്കല്ലേ, തൂക്കല്ലേ, അവനെ കാണാൻ നാളെ ആറ്റം ബോംബ് ഉണ്ടാക്കിയാലോ, ആറ്റം ബോംബ് ഉണ്ടാക്കി ഞങ്ങളുടെ മേലെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തീർന്നു പോകൂലേ, അതുകൊണ്ട് തന്നെ ആറ്റം എന്ന് പറയുന്നതിന് മുമ്പ് അവനെ നമുക്ക് തീർത്തേക്കാം,
ഒന്ന് സഹായിക്കൂലേ, ഒന്ന് മിന്നിച്ചേക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ അളിയ ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് ചെന്നതാണ്. അളിയനും അച്ചമ്പിയും കൂടെ തുടങ്ങിയതാ പണി. അതിന് അച്ചമ്പി അങ്ങോട്ട് മുങ്ങി, അച്ചമ്പി ഇടയ്ക്ക് ഇങ്ങോട്ട് മുങ്ങി. ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് ഏതൊരു മീഡിയക്ക് പറഞ്ഞു എന്ന് കേട്ടു, ഞങ്ങൾ ഇറാനിൽ ഞങ്ങൾ യുദ്ധം വിജയിച്ചു, ഞങ്ങൾ ഇനി ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ഞങ്ങൾ പൂർത്തിയാക്കി എന്ന്. ഇതിനിടയിൽ ഇറാനെ അടിക്കാൻ 2 കപ്പലുകൾ കുറെ വിമാനങ്ങൾ താങ്ങി പിടിച്ചുകൊണ്ട് വന്നിരുന്നു. അതൊക്കെ ഏത് വഴി പോയെന്ന് അറിയില്ല. ഒരെണ്ണം അവരുടെ ഒരു റഡാർ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ഇറാന്റെ 2 മിസൈലുകൾ ചെന്നതേ ഉള്ളൂ. അപ്പൊ ആ കപ്പലുകൾ കണ്ടം വഴി ഓടി. ആദ്യമൊക്കെ കരുതിയിരുന്നത് ഇറാന്റെ മിസൈലിലെ കപ്പൽ മുങ്ങിയെന്നാണ്. അല്ല, കണ്ടം വഴി ഓടിയതാ. മിസൈൽ വരുന്നത് കണ്ടിട്ട് പാഞ്ഞ് തടിയെടുത്തേക്കാണ്. കാരണം കഴിയില്ലാന്നേ, അത്രത്തോളം ഇറാന് ശക്തിയുണ്ട്. ഇറാന്റെ ശക്തി ഇറാന് ശരിക്കും അറിയാവുന്നത് കൊണ്ടാണ് ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യില്ല. അത് ശക്തിമാൻ അങ്ങനെയാ, ശക്തിമാൻ ആരെയും കയറി അടിക്കാറില്ല, പരമാവധി ക്ഷമിക്കും. നിക്കക്കളിയില്ലാതെ ഒരു ഗതിയും പരഗതിയില്ലാതെ വരുമ്പോഴാണ് അടിച്ചു തുടങ്ങുന്നത്. അതാണ് ഇപ്പൊ ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഉള്ളിൽ കയറി ഇറാനെ നഗരങ്ങൾ മുഴുവൻ നശിപ്പിച്ച് അവരുടെ എണ്ണപ്പാടങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള അവരുടെ ആത്മീയ ഗുരുവായിട്ടുള്ള അയത്തുള്ള ഖംനയെ കൊന്നു, ബാക്കിയുള്ളവരെ കൊന്നു, അവരുടെ ഭരണത്തെ മുഴുവൻ അസ്ഥിരപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇനി അവർ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും? ഇനി നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു മിസൈൽ ചെന്ന് എവിടെയെങ്കിലും വീഴുന്ന പോലെ അല്ലല്ലോ. അതുകൊണ്ടാണ് ഇസ്രായേൽ അടി തുടങ്ങിയത്. ഇന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥ എന്താ? സ്കൂളുകളും കോളേജുകളും പഴയ സ്ഥിതി തന്നെ തുടരാൻ, അതായത് ഇപ്പൊ നിലവിൽ അടച്ചിട്ടേക്കാണ്. എന്ന് തുറക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഒരു രാജ്യത്തെ എല്ലാ സ്കൂളുകളും എല്ലാ കോളേജുകളും അടച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്ര കമന്റ് എഴുതിയിട്ടും കാര്യമൊന്നുമില്ല. അവിടുത്തെ ഭരണാധികാരികൾ തന്നെയാണ് പറയുന്നത്, അവിടുത്തെ സർക്കാർ തന്നെയാണ് പറയുന്നത്, ഇസ്രായേലിയൻ സർക്കാർ തന്നെയാണ് പറയുന്നത്. സൈന്യത്തിന്റെ ഹോം ഫ്രണ്ട് കമാൻഡ് നിന്റെ നിയന്ത്രണം എന്താ പറയണത്? ഇനി നടക്കില്ല. ഇനി പറയുന്നത് വരെ, ഞങ്ങൾ പറയുന്നത് വരെ ഇനി സ്കൂളും വേണ്ട, കോളേജും വേണ്ട, കച്ചവടം വേണ്ട, ഒന്നും വേണ്ട, തൊഴിലും വേണ്ട, ഒന്നും വേണ്ട, ഒക്കെ അടച്ചു പൂട്ടിയിട്. എല്ലാവരും കൂടെ നേരെ ഭൂമിന്റെ അടിയിലേക്ക് വെക്കോ. ഇവിടെ അങ്ങോട്ട് ഇരിക്കുന്ന ഭൂമിന്റെ അടിയിൽ പോലും സ്വൈര്യത കൊടുക്കണില്ല. ക്ലസ്റ്റർ ബോംബുകൾ അമ്മാതിരിയാണ് വീഴുന്നത്. വീണിട്ട് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് പോവാ. ഇതൊക്കെ ഈ കമന്റ് ഇടുന്നവർ കാണാഞ്ഞിട്ടല്ല, അവർക്ക് എന്നാലും ഈ സാമുദായികമായിട്ട് വർഗീയമായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇതിന്റെയൊക്കെ ഫലം എന്ന് പറഞ്ഞാൽ ഇത് അനുഭവിക്കുന്ന ലോകം മുഴുവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇരട്ടത്താപ്പ് തന്നെ. ലോക സമാധാനത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന 2 രാജ്യങ്ങളാണ്. ലോകത്തെ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന 2 രാജ്യങ്ങളാണ്. ഈ രാജ്യം ചെയ്ത എന്താ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാനിലെ ഒരു സ്കൂളിൽ ബോംബിട്ട് 200-ൽ പരം കുട്ടികളെ ഒറ്റ സെക്കൻഡ് കൊണ്ട് കൊന്നുകളഞ്ഞത്. അവരാണ് ലോക സമാധാനത്തെക്കുറിച്ചും പിന്നെ കുട്ടികളെ കുറിച്ചും ഭാവിയെ കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ലോകത്തെ സർവനാശം വിതയ്ക്കുന്ന 2 രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്ക എന്ന് പറയുന്നത്. യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. അവർക്ക് മറ്റുള്ളവരെ ചതിക്കുക, മറ്റുള്ളവരെ കൊല്ലുക, മറ്റുള്ളവരെ ജീവിതം നശിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. വെനസ്വേലയിൽ കയറി അടിക്കേണ്ട എന്താ ആവശ്യമുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം? അതേ അവസ്ഥ തന്നെയാണ് ഇറാനിലും കാണിച്ചു കൂട്ടിയത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം കയറി അടിച്ചപ്പോ, അവരുടെ പരമോന്നത നേതാവിനെ കൊന്നപ്പോ ഇത്രയ്ക്കൊരു തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും വല്ലാത്തൊരു അടിയാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എല്ലാവരും സുരക്ഷിതരാണ്, ഇസ്രായേലിൽ യാതൊരു കുഴപ്പമില്ല, ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എന്ന് അണ്ടർഗ്രൗണ്ടിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഒരു ചേച്ചി വിറച്ച് മൊബൈൽ ഫോണിൽ ഇരുന്ന് വിറയ്ക്കാണ് കയ്യിൽ. എന്നിട്ടും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു. അല്ലാതെ ഞങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറെ ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട്. അന്ന് വിറയില് നല്ല വിറയില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം പത്രവാർത്തകൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അത് ശരിയായിരുന്നു എന്ന് മനസ്സിലായി, വിറയലിന് അർത്ഥം ഉണ്ടെന്നുള്ളത്. കാരണം ക്ലസ്റ്റർ ബോംബുകൾ പൊട്ടിയിട്ട് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് പോവാണ്, ആ ഭൂഗർഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെയൊക്കെ ഒളിച്ചിരിക്കുന്ന ആൾക്കാർ സുരക്ഷിതമാണെന്ന് കരുതിയിട്ട് നേരെ ബങ്കറിലേക്ക് പോയ ആൾക്കാർ അവിടെ കിടന്ന് മരിക്കേണ്ട സാഹചര്യമാണുള്ളത്. അതാണ് ബങ്കറിന്റെ ഉള്ളിൽ ഇപ്പോൾ ശരീരങ്ങൾ കുമിഞ്ഞുകൂടുന്നു എന്ന് അറിയുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബങ്കർ പോലും സുരക്ഷിതമല്ല. അതുകൊണ്ടാണ് സുരക്ഷിതമായ ബങ്കറുകൾ ഉണ്ട് എന്ന് തൊഴിൽ സംരംഭം നടത്തുന്നവർ, സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഉറപ്പാക്കി അവരുടെ തൊഴിലാളികൾക്ക് പൂർണ്ണ സുരക്ഷിതം കൊടുക്കാന്നുണ്ടെങ്കിൽ മാത്രം അവരവിടെ എന്താ മതി, തുറന്ന് പ്രവർത്തിച്ചാൽ മതി. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവിടെ പണിക്ക് പോയാൽ മതി എന്ന്. ഇനി അഥവാ അത്തരത്തിലുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിക്ക് പോകണ്ട. അങ്ങനെ പണിക്ക് പോയില്ല എന്ന് കരുതിയിട്ട് നിങ്ങളെ പിരിച്ചുവിടാൻ മാനേജ്മെന്റ് സമ്മതിക്കില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അത്രത്തോളം സ്ഥിതി ഗുരുതരമാണ്. ആർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ആരുടെ കയ്യിൽ പണമില്ല, ആർക്കും പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, സ്കൂളും കോളേജുകളും ഇല്ല, ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഒത്തുകൂടാൻ പറ്റുന്നില്ല, വിവാഹമില്ല, മറ്റാഘോഷങ്ങളില്ല, ഒന്നുമില്ല. പരമാവധി 10-50 പേര് കൂടി എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്താമെന്ന് പറയുന്നുണ്ട്. അതും അതിനോളം തന്നെ സൗകര്യമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മാത്രം. അതുകൊണ്ട് അത് നടക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഇസ്രായേൽ എങ്ങും കടുത്ത പ്രതിസന്ധിയാണ്, കടുത്ത മാനസിക ശാരീരിക പ്രതിസന്ധിയാണ്. അതിന്റെ കൂടെയാണ് ക്ലസ്റ്റർ ബോംബുകളുടെ വരവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇറാൻ ആദ്യം എന്താ പറഞ്ഞേ? ഞങ്ങളൊന്നും ചെയ്യില്ല. ആദ്യം വന്നത് ചെറിയ മിസൈലുകളും ചെറിയ ബോംബുകളും അല്ലെങ്കിൽ ഡ്രോണുകളും ഒക്കെ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. എവിടെയെങ്കിലും വീണും ഒരു ഓലപ്പടക്കം പൊട്ടുന്നവരൊന്നും പൊട്ടിക്കൊണ്ടിരുന്നു. ഇസ്രായേൽ വിചാരിച്ചെന്താ, ഇറാന്റെ പക്കൽ ഇതേ ഉള്ളൂ, എന്നാ അങ്ങ് പൊട്ടിച്ചേക്കാം. നേരെ കയറി നായാട്ട് നടത്തി. പിന്നീടാണ് വരവ് വരാൻ തുടങ്ങിയത്. ഇപ്പോ എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തിയാൽ മതി. പക്ഷെ ഇറാൻ യുദ്ധം നിർത്തുന്നില്ല.
മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളെല്ലാം പറയുന്നുണ്ട്, പ്രഷർ ചെലുത്തുന്നുണ്ട്. കാരണം അവരുടെ സാമ്പത്തിക നിലമട്ടം മൊത്തം തകരുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ വ്യാപാരം നിലച്ചു കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കല്ലോ, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പാചക വില കൂടിക്കഴിഞ്ഞു, ഗ്യാസിന്റെ വില കൂടിക്കഴിഞ്ഞു, പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നു. ഇനി വലിയൊരു വിലക്കയറ്റം ഉണ്ടാകും. പിന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ശരിക്കും ആ ഭാഗത്ത് ആണ് നമ്മുടെ ഇന്ത്യക്കാർ ബഹുഭൂരിപക്ഷവും അവിടെ പണിയെടുക്കുന്നത്. ഓരോ രാജ്യത്തും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. അവരുടെ വരുമാനമാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വരവെല്ലാം നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് മൊത്തത്തിൽ. അതായത് തകർന്ന് തരിപ്പണമാകാൻ പോവാണ് ലോകരാജ്യങ്ങളിൽ. അതിൽ പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് മാത്രമാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം. ആത്യന്തികമായി അവരുടെ ലക്ഷ്യം അതാണ്. കാര്യം ഇന്ത്യയെ നേരിട്ട് അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ വളഞ്ഞ വഴി ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇറാനെ തകർത്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ക്ഷീണമാണ്. അല്ലാതെ തന്നെ ഇന്ത്യയെ ക്ഷീണപ്പെടുത്താൻ വേണ്ടി ട്രംപ് അണ്ണൻ കുറെ പണി നോക്കിയിട്ടുണ്ട്. നമുക്കറിയാലോ നേരത്തെ എന്തൊക്കെയാ കൂട്ടിയെന്നുള്ളത്. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതാണ് നമ്മളിൽപ്പെട്ട ചിലർ തന്നെ അന്ധമായ ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിം വിരോധ നിമിത്തം ഇരുന്ന് കമന്റ് ബോക്സിൽ ഇരുന്നുകൊണ്ട് എഴുതുന്നത്. ഈ വീഡിയോയ്ക്ക് താഴെ വരും, അറിയാം. പക്ഷെ നിങ്ങളൊക്കെ ഇസ്രായേലിൻ പത്രങ്ങൾ, ഇസ്രായേലിൽ നിന്ന് വരുന്ന പത്രങ്ങൾ ഇന്ന് ഓൺലൈനിൽ ലഭ്യമാണ്. ഒന്ന് നോക്കണം, ഒന്ന് നോക്കി വായിച്ചിട്ട് എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, ഇസ്രായേലിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ടെന്ന് പറയണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബെൻഗൂരിയൻ വിമാനത്താവളത്തിൽ നടന്ന സംഭവം, എയർപോർട്ടിൽ നടന്ന സംഭവം തന്നെ നമുക്കറിയാം. അത് വാർത്ത റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. അടഞ്ഞു കിടക്കുകയായിരുന്നു, വ്യോമഗതാഗതം എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. 100 പേർക്ക് യാത്ര ചെയ്യാൻ ഇസ്രായേൽ അനുമതി കൊടുത്തത്. ആ 100 പേര് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നീട് ഇസ്രായേൽ ഒന്ന് വിചാരിച്ചു, ഇനി ഇറാൻ ഒരു പക്ഷേ വരില്ലായിരിക്കും, ഒരു സമാധാനം, പിന്നെ നമുക്ക് കുറച്ചാളെ കൂടെ വിടാം എന്ന് കരുതിയിട്ട് 100 പേർ കൂടി 200 പേർക്ക് യാത്ര ചെയ്യാൻ അനുമതി കൊടുത്തു. സെക്കൻഡുകൾ കൊണ്ട് ആ 100 സീറ്റും ബുക്ക് ചെയ്തു. എന്നാൽ പിന്നീട് ഒരു കാര്യം മനസ്സിലായി, ഈ ഫ്ലൈറ്റ് പോകുന്നൊന്നും യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ആദ്യത്തെ 100 മതി എന്ന് ഉറപ്പിച്ചു. അവസാനം രണ്ടാമത് രക്ഷപ്പെടാൻ വേണ്ടി ബുക്ക് ചെയ്തവർ കെട്ടും കിടക്കുകയും പെട്ടിയും കൊടുക്കുകയും എടുത്തുകൊണ്ട് എയർപോർട്ടിൽ വന്നിട്ട് അവിടെ അവർ കലാപം അഴിച്ചു വിട്ടത് നമ്മൾ കണ്ടതാ. അതാണ് അവസ്ഥ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ മതി ഇസ്രായേലുള്ളവർക്ക്. പക്ഷേ മറ്റുള്ള കുറെ ആൾക്കാർ ജാതീയമായിട്ട് വംശീയമായിട്ട് ഒരു വിഭാഗത്തെ ആക്ഷേപിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് വസ്തുത മനസ്സിലാക്കാത്തത്. ഇവിടെ ജാതിയും മതമൊന്നും അല്ല. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ഒരു പരമാധികാര രാഷ്ട്രം, ആ രാഷ്ട്രത്തെ കടന്നു കയറി ആക്രമിച്ചത് ഇസ്രായേലാണ്. അങ്ങനെ ഒരു കാര്യമില്ലാതെ ഒരു രാജ്യത്തെ കടന്നു കയറി ആക്രമിക്കാൻ പാടുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. വെറുതെ ചാടിക്കർ ആക്രമിക്കുക മാത്രമല്ല ചെയ്തത്, അവരുടെ പരമാധികാരിയെ വധിക്കുക കൂടി ചെയ്തു. പിന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ചതയ്ക്കുന്നത്. ഇസ്രായേലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വളരെ പരിതാപകരമാണ്. അതിന്റെ കൂടെ അമേരിക്ക ഇട്ടിട്ട് പോകാൻ കൂടെ ചെയ്തു. ഞങ്ങൾക്ക് ഇനി വയ്യ എന്ന നിലയിൽ ഇട്ടിട്ട് പോയി. കപ്പലൊക്കെ നേരത്തെ തന്നെ വലിച്ചു. ഇപ്പൊ തന്നെ ഇറാനെ പൂട്ടും എന്ന് പറഞ്ഞു കൊണ്ടുവന്നിരുന്ന കപ്പലുകളൊക്കെ വലിച്ചുകൊണ്ട് പോയി. ഇപ്പൊ ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾ പിടിക്കുമെന്ന് പറയുന്നത് നിൽക്കുന്ന അമേരിക്ക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കപ്പലുകൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ. ഒരു മിസൈൽ വന്നപ്പോഴേക്കും കപ്പൽ കൊണ്ട് അമേരിക്ക രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ ട്രംപ് പറയുന്നത് ഞങ്ങൾ യുദ്ധം വിജയിച്ചു, ഇറാനെ ഞങ്ങൾ മുഴുവൻ തകർത്തു, ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ അവസാനിപ്പിച്ചു എന്നാണ്. പക്ഷേ കഥ എന്താണ്? ഇസ്രായേൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ അവസാനത്തെ പരിപ്പും ഊരിയ ശേഷം മാത്രമേ ഇറാൻ അവസാനിപ്പിക്കൂ എന്നതാണ് അവരുടെ നിലപാട്. കാരണം അവർക്ക് അത്രത്തോളം നഷ്ടം. അവരുടെ പരമോന്നത നേതാവ്, അവരുടെ പരമാധികാരി, ആരെയും ഉപദ്രവിക്കാതെ കഴിഞ്ഞുപോയ രാഷ്ട്രത്തിൽ കടന്നു കയറിയുള്ള ഇസ്രായേലിന്റെ നിലപാടുകൾ, അവരുടെ അതിക്രമങ്ങൾ, സർവോപരി വലിയൊരു പക്ഷം കുരുന്നുകളെ ഒറ്റ ബോംബിൽ കത്തിച്ചു കളഞ്ഞവരുടെ കിരാതമായ നടപടി, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ഇനി മനുഷ്യത്വം പറഞ്ഞുകൊണ്ട് ഇസ്രായേല് ഇറാന്റെ നേരെ ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് നേരത്തെ ലക്ഷ്യം ശ്രദ്ധിച്ച് വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ വരുന്നത് ക്ലസ്റ്റർ ബോംബുകളാണ്. ഇനി വരാനുള്ളത് അതിലും വലിയ ബോംബുകളാണ്. ആ ഭയം അമേരിക്കയ്ക്കുള്ളത് കൊണ്ടാണ് അമേരിക്ക വളരെ പെട്ടെന്ന് തന്നെ കെട്ടും പാട്ടവും മറക്കിക്കെട്ട് പോയത്. പക്ഷെ ഇസ്രായേൽ ഭയക്കുന്നുണ്ട്, ഇസ്രായേലിലെ ഭരണകൂടം ഭയക്കുന്നുണ്ട്, ഇസ്രായേലിലെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരാണ്, അവർ ഭയക്കുന്നുണ്ട്. ഇവിടെ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിൽ തേടി പോയിട്ടുള്ള ഇസ്രായേലിലും മറ്റു ഇടങ്ങളിലുമുള്ള ഏതാനും ചില വിദേശ മലയാളികളോ അല്ലെങ്കിൽ അതുപോലെ ചിലർക്കോ മാത്രമാണ് കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തത്. Different angles. Don't forget to subscribe and support this channel.